നമസ്കാരം. TGS മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തൃശൂർ കോൾപ്പാടത്ത് വൻ ദുരന്തം. തോണി മറിഞ്ഞ് കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. തൃശൂർ നെടുപുഴ മല്ലിത്തറ കടവിനടുത്ത് കോൾപ്പാടത്ത് വെള്ളിയാഴ്ച വൈകിട്ട് തോണി മറിഞ്ഞ് കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ കണ്ടെടുത്തു. പാട്ടത്തിനടുത്ത് കോൾപ്പാടത്ത് മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുവാൻ പോയ 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. കനത്ത മഴയും മോശം വെളിച്ചവും കാരണം ഇന്നലെ രാത്രി നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് രാവിലെ ഫയർഫോഴ്സും പോലീസും പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൃക്കൂർ സ്വദേശി ബിനോജ്, കരുവന്നൂർ സ്വദേശി സജിൽ എന്നിവരാണ് മരണപ്പെട്ടത്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. മലയോര മേഖലകളിൽ യാത്രയ്ക്ക് കർശന നിയന്ത്രണവും ഉണ്ട്. തൃശൂർ കേരള സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നവലോകക്രമത്തിലെ പാരിസ്ഥിതിക പഠനങ്ങൾ എന്ന ജസ്റ്റിൻ മാത്യുവിന്റെ പുസ്തകം സുനിൽ പി ഇളയിടം അൻവർ അലിക്ക് കൈമാറി പ്രകാശനം ചെയ്തു. TV സജി, PN ഗോപികൃഷ്ണൻ, ആരതി PM എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സമകാലിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ കാലാവസ്ഥാ വ്യതിയാനത്തെയും ആഗോള പാരിസ്ഥിതിക നയങ്ങളെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ജസ്റ്റിൻ മാത്യുവിന്റെ നവലോകക്രമത്തിലെ പാരിസ്ഥിതിക പഠനങ്ങൾ എന്ന പുസ്തകം വായന ലോകത്ത് ശ്രദ്ധേയമാകുന്നു. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ ചേർന്നു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ, KA തുളസി എന്നിവരുടെ സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അംഗത്വം നൽകി ഷാൾ അണിയിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് ചാലിശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. എന്നും താൻ കോൺഗ്രസ്സുകാരനായിരുന്നുവെന്നും MK വർഗീസ് പറഞ്ഞു. നടി ആൻസിബ ഹസൻ കോടതിയിലേക്ക്. ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ നീക്കം. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നടി ആൻസിബ ഹസൻ കോടതിയെ സമീപിച്ച വാർത്തയാണ്. നടി ലക്ഷ്മിപ്രിയയ്ക്കും മറ്റു 2 പേർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ആൻസിബ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ നീക്കമെന്നാണ് സൂചന. പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകർന്ന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 52,000 കോടിയുടെ സൈനിക വാങ്ങലുകൾക്ക് അംഗീകാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയെ അത്യാധുനികമാക്കുന്നതിന്റെ ഭാഗമായി 52,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ DAC അനുമതി നൽകി. അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുവാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നീക്കം. ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് ഇരട്ടിയാക്കും. ധ്രുവ് റാഡിയുടെ വീഡിയോയ്ക്കെതിരെയുള്ള ഹർജി 15 ദിവസത്തിനകം തീരുമാനമെടുക്കാൻ കേന്ദ്രത്തിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. പ്രമുഖ യൂട്യൂബർ ധ്രുവ് റാഡിയുടെ പുതിയ വീഡിയോ രാജ്യത്ത് വിവാദമായ പശ്ചാത്തലത്തിൽ വീഡിയോയ്ക്കെതിരെ നൽകിയ പരാതിയിൽ 15 ദിവസത്തിനകം അന്തിമ തീരുമാനമെടുക്കുവാൻ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയ സെൻസർഷിപ്പും ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ച വലിയ ചർച്ചകൾക്കാണ് ഇത് രാജ്യത്ത് വഴി തുറന്നിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിലെ വിലക്കുകൾ പിൻവലിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് DGS ആഗോള വ്യാപാര മേഖലയ്ക്ക് വൻ ആശ്വാസം നൽകിക്കൊണ്ട് ഒരു പുതിയ വാർത്തയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സർവീസും ജീവനക്കാർക്കും ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണങ്ങൾ DGS പിൻവലിച്ചു. സുരക്ഷാ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആഗോളതലത്തിൽ എണ്ണ, വളം തുടങ്ങിയവയുടെ ഇറക്കുമതി സുഗമമാക്കുവാൻ ഇത് സഹായിക്കും. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സാമ്പത്തിക പ്രതിരോധ അപ്ഡേറ്റാണിത്. ഇനി ആരാധകർ കാത്തിരുന്ന ലോകകപ്പ് മൈതാനങ്ങളിലെ ആവേശപൂരത്തിലേക്ക്. റൗണ്ട് ഓഫ് 60 പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. കാനഡയും ഫ്രാൻസും ഇന്ന് കളത്തിൽ. FIFA ലോകകപ്പ് 2026 അതിന്റെ ഏറ്റവും ആവേശകരമായ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 32 ടീമുകളിൽ നിന്ന് അതിജീവിച്ച് 16 ടീമുകളാണ് ഇനി ക്വാർട്ടർ ടിക്കറ്റിനായി പോരാടുക. ഇന്നത്തെ മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ സഹാതിഥേയരായ കാനഡ ശക്തരായ മൊറോക്കയെ നേരിടും. ചരിത്രത്തിൽ ആദ്യമായാണ് കാനഡ ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ ടൂർണമെന്റ് ഫേവറിറ്റുകളായ ഫ്രാൻസ് വമ്പന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ചെത്തിയ പരാഗ്വയെ നേരിടും. ഇനി അല്പം ഗൗരവമില്ലാത്ത എന്ന ചെറിയ ചിന്തയുമുള്ള വാർത്തയിലേക്ക്. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പൗരനാകുമോ? ഇല്ലെന്ന് കോടതി. സോഷ്യൽ മീഡിയയിൽ നിന്ന് ആളുകളെ ഏറെ ചിന്തിപ്പിച്ച ഒരു വാർത്തയാണിത്. പാസ്പോർട്ട് എന്നത് ഒരാൾക്ക് യാത്ര ചെയ്യുവാനുള്ള രേഖ മാത്രമാണെന്നും അത് പൗരത്വത്തിനുള്ള അന്തിമ തെളിവല്ലെന്നുമുള്ള നിയമപരമായ ചർച്ചകൾ ഇന്ന് കോടതി വിധികൾക്ക് പിന്നാലെ സജീവമായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് പൗരത്വത്തിന്റെ തെളിവ്? ആ ചോദ്യവുമായി ട്രോളർമാരും സജീവമാണ്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.